ടൈപ്സ് ഓഫ് ഡേറ്റ അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ആമസോണിൻ്റെ ഡേറ്റ അനലിറ്റിക്സ് ടീം ആമസോൺ കഴിഞ്ഞ വർഷം 5 മില്യൺ യൂണിറ്റ് പ്രോഡക്ട്സ് കൂടുതൽ സെയിൽ നടത്തിയതായി കണ്ടുപിടിക്കുന്നു. ഇതാണ് ഡെസ്ക്രിപ്റ്റീവ് അനാലിസിസ്. അതായത് പാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. ഇനി ആമസോൺ നടത്തിയ ഒരു ഡിസ്കൗണ്ട് ക്യാമ്പയിൻ കൊണ്ടാണ് അവർക്ക് ഇത്രയും സെയിൽ ഉണ്ടായതെന്ന് അവർ കണ്ടുപിടിക്കുന്നു. ഇതാണ് ഡയഗ്നോസ്റ്റിക് അനാലിസിസ്. ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നാണ് അനലൈസ് ചെയ്യുന്നത്. അടുത്തതായി അവരുടെ കയ്യിലുള്ള പാസ്റ്റ് ഡാറ്റ ഉപയോഗിച്ചുകൊണ്ട് അടുത്ത വർഷം ആമസോൺ 25% കൂടുതൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുമെന്ന് അവർ കണ്ടുപിടിക്കുന്നു. ഇതാണ് പ്രെഡിക്റ്റീവ് അനാലിസിസ്. ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നാണ് ഇവിടെ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. ഈ അവസരം കൃത്യമായി ഉപയോഗിക്കാൻ വേണ്ടി ആമസോൺ അവരുടെ പോപ്പുലർ പ്രോഡക്റ്റിൻ്റെ സ്റ്റോക്ക് കൂട്ടാനും കൃത്യമായി മാർക്കറ്റ് ചെയ്യാനും തീരുമാനിക്കുന്നു. ഇവിടെയാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പ്രവർത്തിക്കുന്നത്. ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള എല്ലാ കമ്പനികളിലും ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡേറ്റ അനലിറ്റിക്സ് ടീം ഉണ്ടാവും. ഡു യു വാണ്ട് ടു ബിക്കം എ പാർട്ട് ഓഫ് ദ ടീം? സ്റ്റാർട്ട് ലേണിംഗ് ടുഡേ.